എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. പാകിസ്ഥാൻ ക്രൂ അംഗത്തിന്റെ ജീവൻ രക്ഷിച്ച് ഇന്ത്യൻ നാവികസേന. എല്ലാത്തിലുമുപരി മാനവികതയാണ് ഏറ്റവും വലിയ മന്ത്രമെന്ന് ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. ഒമാൻ തീരത്തിന് ഏകദേശം 350 നോട്ടിക്കൽ മൈൽ കിഴക്കായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മത്സ്യബന്ധന കപ്പലിലെ പാകിസ്ഥാൻ സംഘത്തിന് അടിയന്തര വൈദ്യസഹായം നൽകാൻ ഇന്ത്യൻ നാവികസേനയുടെ മിഷൻ ഡിപ്ലോയിഡ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS ത്രികാന്ത് അടിയന്തര മെഡിക്കൽ സഹായം നൽകി. നിരവധി ഒടിവുകളും രക്തനഷ്ടവും ഉൾപ്പെടെ ഗുരുതരമായ പരിക്കുകൾ ഈ സംഘത്തിനുണ്ടായിരുന്നു. ഏപ്രിൽ 4 രാവിലെ ഇറാനിയൻ പായ്ക്കപ്പലായ അൽ ഒമീദിയിൽ നിന്നുള്ള ഒരു അപകട കോൾ INS ത്രികാന്തിന് ലഭിച്ചു. കൂടുതൽ അന്വേഷണത്തിൽ പായ്ക്കപ്പലിലെ ഒരു ക്രൂ അംഗത്തിന് എൻജിൻ ജോലി ചെയ്യുന്നതിനിടെ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണെന്നും ഇറാനിലേക്കുള്ള യാത്രാമധ്യേ FV അബ്ദുൾ റഹ്മാൻ ഹൻസിയ എന്ന മറ്റൊരു പായ്ക്കപ്പലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതായും കണ്ടെത്തി. പരിക്കേറ്റ ക്രൂ അംഗത്തിന് വൈദ്യസഹായം നൽകുന്നതിനായി ത്രികാന്ത് ഉടൻ തന്നെ തൻ്റെ ഗതി മാറ്റി. FV അബ്ദുൾ റഹ്മാൻ ഹൻസിയയുടെ സംഘത്തിൽ 9 ബലൂജികളും 2 സിന്ധികളും ഉൾപ്പെടെ 11 പാകിസ്ഥാനികളും 5 ഇറാനിയൻ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. പരിക്കേറ്റ പാകിസ്ഥാൻ പൗരനായ വ്യക്തിക്ക് 1-ലധികം ഒടിവുകളും കൈക്ക് ഗുരുതരമായ പരിക്കുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായി കനത്ത രക്തനഷ്ടവും സംഭവിച്ചു. INS ത്രികാന്തിലെ മെഡിക്കൽ ഓഫീസറും ഇന്ത്യൻ മറൈൻ കമാൻഡോകളും കപ്പലിൻ്റെ ബോർഡിംഗ് ടീം എന്നിവരടങ്ങുന്ന സംഘവും സഹായം നൽകുന്നതിനായി FVയിൽ കയറി. ലോക്കൽ അനസ്തേഷ്യ നൽകിയ ശേഷം കപ്പലിൻ്റെ മെഡിക്കൽ സംഘം പരിക്കേറ്റ വിരലുകളിൽ തുന്നലും സ്പ്ലിൻറ്റിങ്ങും നടത്തി. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. കൃത്യസമയത്ത് രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുവഴി പരിക്കേറ്റ വിരലുകളിൽ ഗാംഗ്രീൻ സംഭവിക്കുന്നത് തടയാനും വിരലുകൾ നഷ്ടപ്പെടുന്നത് തടയാനും കഴിഞ്ഞു. ഗാംഗ്രീൻ എന്നാൽ രക്തപ്രവാഹക്കുറവ് മൂലമോ ഗുരുതരമായ ബാക്ടീരിയ അണുബാധ മൂലമോ ശരീരകലകളുടെ മരണമാണ്. കാലുകളെയും കൈകളെയും വിരലുകളെയുമാണ് ഇത് സാധാരണയായി ബാധിക്കുന്നതെങ്കിലും പേശികളിലും ശരീരത്തിനുള്ളിലെ അവയവങ്ങളിലും ഉദാഹരണത്തിന് പിത്താശയത്തിലും ഇത് സംഭവിക്കാം. ഈ അപകടകരമായ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ പൗരനെ രക്ഷിച്ചത്. ഇറാനിൽ എത്തുന്നതുവരെ ക്രൂവിൻ്റെ ക്ഷേമം ഉറപ്പാക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സാധനങ്ങൾ FVക്ക് നൽകി. തങ്ങളുടെ സഹപ്രവർത്തകൻ്റെ ജീവൻ രക്ഷിക്കാൻ സമയബന്ധിതമായി സഹായിച്ചതിന് മുഴുവൻ ക്രൂവും ഇന്ത്യൻ നാവികസേനയോട് അഗാധമായ നന്ദി അറിയിച്ചു. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.